ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബെനീസ് ഫ്ലേവേഴ്സ്. ഇന്ന് നമ്മൾ ഒരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നല്ല 4 റെസിപ്പീസ് ഉണ്ട്. എന്താണെന്ന് പറയട്ടെ. 4 നൂഡിൽസ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതും നൂഡിൽസ് ഹോം മെയ്ഡ് ആണ്, അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്നതല്ല. അത് വെച്ചിട്ടുള്ള 4 റെസിപ്പീസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് ആട്ടയാണിത്. ഇതിൽ കുറച്ച് ഉപ്പും ചേർത്ത് ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാട് അയച്ചെടുക്കേണ്ട, ഒരിച്ചിരി കട്ടിക്ക് എടുക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നൂഡിൽസ് നമുക്ക് കിട്ടുകയുള്ളൂ. തിളപ്പിച്ച വെള്ളം ഒഴിച്ച് പതുക്കെ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. ഒരുപാട് അയക്കരുത്. നമ്മൾ ഇടിയപ്പത്തിൻ്റെ പീച്ച് എടുത്തിട്ടുണ്ട്. ഈ പീച്ചിൽ വെച്ചിട്ടാണ് നമ്മൾ നൂഡിൽസ് പീച്ച് എടുക്കുന്നത്. അതിനായിട്ട് നമുക്ക് മാവ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പീച്ചെടുക്കാം. നമ്മൾ പീച്ചുന്നത് തിളച്ച വെള്ളത്തിലോട്ട് വേണം പീച്ചിടാൻ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നൂഡിൽസ് റെഡിയായിട്ട് കിട്ടത്തുള്ളൂ. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ പീച്ചിടുന്ന മാവ് ഇത് ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നൂഡിൽസ് എല്ലാം പീച്ചിയിട്ട ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതിന് ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ല. ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മുടെ നൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് ഊർന്നു പോകാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ മസാലയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മൾ 4 ടൈപ്പിലുള്ള നൂഡിൽസ് റെസിപ്പീസാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് വെജ് നൂഡിൽസ് ആണ്. വെജ് നൂഡിൽസിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത് 1 കപ്പ്, സവാള ഒരെണ്ണം ചെറുതായി അരിഞ്ഞത്, ഗ്രീൻ പീസ് 1 കപ്പ്, 1 പച്ചമുളക്. എരിവ് ആവശ്യത്തിന് വേണ്ടെന്നുള്ളവർ കൂടുതൽ ചേർക്കാം, വേണ്ടാന്നുള്ളവർ അത് ചേർക്കാതിരുന്നാലും കുഴപ്പമില്ല. പിന്നെ മസാലയായിട്ട് നമ്മൾ ചേർക്കുന്നത് ഗരം മസാല മാത്രമാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. സവാളയും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയൊന്നും ഒരുപാട് വാട്ടിയെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ. ക്യാരറ്റ് ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. കാരണം നൂഡിൽസിന് ഓൾറെഡി നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ വെജ് നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ എഗ് നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന നൂഡിൽസ്, കുറച്ച് മല്ലിച്ചപ്പ്, 2 മുട്ട, വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് പെപ്പർ ചേർത്ത് കൊടുക്കാം. നമ്മളിതിനകത്ത് എരിവിനായിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പെപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. സ്പൈസി ആയിട്ട് ഇഷ്ടമുള്ളവർക്ക്, അല്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിത് ഉണ്ടാക്കാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക.
പൊടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചിക്കിയെടുക്കാം. മുട്ട നന്നായിട്ട് ചിക്കിയെടുത്ത ശേഷം ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ നൂഡിൽസിലേക്ക് മല്ലിയില ജസ്റ്റ് നമുക്കൊന്ന് വിതറിയിട്ട് കൊടുക്കാം. മല്ലിയില ഒരുപാട് വഴഞ്ഞു വരാനൊന്നും വേണ്ട. ജസ്റ്റ് നമുക്ക് അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഈ നൂഡിൽസ് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സ് നൂഡിൽസ് ആണ്. അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച് സോയ ചങ്ക്സ് ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞെടുത്ത് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. പിന്നെ സവാള, ഒരു പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മസാലപ്പൊടി ഒരു നുള്ളു ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ സോയ ചങ്ക്സ് നൂഡിൽസ് റെഡിയാക്കി എടുക്കാം. പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ മുളക് പൊടിയുടെ ഒരു പച്ച മണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഇച്ചിരി മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. കാരണം മസാലപ്പൊടിയുടെ ഒരു മണവും ഫ്ലേവറൊക്കെ കിട്ടണമെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സോസ് വെച്ചിട്ടുള്ള നൂഡിൽസ് ആണ്. ടൊമാറ്റോ കെച്ചപ്പ് ആൻഡ് സോസ് നൂഡിൽസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ടൊമാറ്റോ പ്യൂരി, ടൊമാറ്റോ കെച്ചപ്പ്, ആവശ്യത്തിന് മുളക് പൊടി, പകുതി സവാള ക്രഷ് ചെയ്തെടുത്തത്, വെളുത്തുള്ളി 3-4 അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് സവാള ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് വേണ്ടതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ക്രീമി ടെക്സ്ചറിലാണ് കിട്ടുന്നത് സോസ് ആയതുകൊണ്ടിട്ട് നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗായ്സ്, നമ്മുടെ നൂഡിൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, എഗ് നൂഡിൽസ്, സോസ് വെച്ചിട്ടുള്ള നൂഡിൽസ്, അതുപോലെ തന്നെ വെജ് നൂഡിൽസ് ആൻഡ് സോയ ചങ്ക്സ് നൂഡിൽസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ വീട്ടിൽ ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നൂഡിൽസ് നന്നായിട്ട് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാൻ പറ്റും. ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനിയും കാണണം. അതുവരെ ഇൻഷാ അല്ലാഹ് ബൈ.